പിഷാരടിക്ക് വേണ്ടി പിഷാരടിയെ പറ്റി നന്നായിട്ട് അറിയാവുന്ന രണ്ടുപേരെ ഈ വേദിയിലോട്ട് കൊണ്ടുവരാം. പിഷാരടിയെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ആദ്യം ഒരാളെ കൊണ്ടുവരാം, എന്നിട്ട് മറ്റേ ആളെ കൊണ്ടുവരണം വേണ്ട തീരുമാനിക്കാം. അതല്ലോ എന്തേലും ചെയ്. നീ എന്തോ ചെയ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതില് കൊടപണയത്തില്ല. ശരി, എന്നാ എടുത്തേക്കാം അല്ലേ? വിളിച്ചോട്ടെ. നമുക്ക് അതായത് ജീവിതത്തിൽ ആകെ ഒരു തെറ്റ് പറ്റിയത് അത് പിഷാരടിയാണെന്നുള്ളത് മാത്രം കണക്കാക്കുന്ന ഒരാളെ ഇങ്ങോട്ട് വിളിക്കട്ടെ. പിഷാരടിയുടെ അമ്മേ ഈ വേദിയിലേക്ക് അമ്മ വരൂ. അമ്മേ, ആദ്യമായിട്ടായിരിക്കുമല്ലോ അമ്മയെ കണ്ടിട്ട് മോനെ എഴുന്നേറ്റ് നിന്ന് തൊഴുന്നത്. ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലല്ലോ അമ്മേ. ഇതിനു മുമ്പ് ഞാൻ ഒന്നിനും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. കാരണം ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്, ഇതുവരെയും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് തൊഴുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഇല്ലാത്ത ബഹുമാനമൊക്കെ കാണിക്കുന്ന അമ്മയുടെ. എടാ 10,000 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഒരു TV പരിപാടിയിൽ കൊണ്ടുവന്നിട്ടില്ലാത്ത ആളെയാണ് നീ കൊണ്ടുവന്നേക്കുന്നത്. അതിന്റെ കാര്യം എന്താ? സത്യം പറയും. ഇല്ല, ഇതുവരെയും വന്നിട്ടില്ല. അതെന്താ അമ്മ ഇതുവരെയും കൊണ്ടുവരാത്തതാ? ശ്രീകുടൻ ചേട്ടൻ പറയുന്നത് സത്യം പറയുന്നത് കൊണ്ടാ കൊണ്ടുവരാത്തത്. സത്യമാണോ? ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾ അതിന് ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ്. ചോദിച്ചിട്ടില്ലല്ലേ ഇതുവരെയും കൊണ്ടുവരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല? പറഞ്ഞു, ചില ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൊണ്ടുപോയിട്ടില്ല? ഇല്ല. അല്ല, ചില ഫംഗ്ഷൻ എല്ലാം ഒന്ന് കൊണ്ടുപോകുമോ നീ അമ്മ പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല? അല്ല, ഞങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ്. എടാ വലിയ അവാർഡിനായിട്ട് ഇവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. അത് 8:30-9 മണി അടിക്കുമ്പോ മരുന്ന് ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഒരു അവാർഡിനായിട്ട് എടുക്കാത്തത്. അത് മാത്രല്ല, വിഷു അപ്പൊ ആ സമയത്ത് സ്റ്റേജിലായിരിക്കുമല്ലോ. ആയിരിക്കും. വീട്ടില് വേറെ ആരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കലാപരമായിട്ട് കഴിവുകളുള്ള? ബാക്കി ആരൊക്കെയുണ്ട് വീട്ടില്? ഇല്ല, ഇപ്പൊ പിഷാരടി മാത്രം തന്നെയുള്ളൂ. ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും നല്ല കല? അത് ഈശ്വരന്റെ അനുഗ്രഹമായിരിക്കും. അത് പക്ഷെ പണ്ട് കാലത്തും നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ ഇതിനൊന്നുള്ള ഒരു വേദി ഉണ്ടായിരുന്നില്ല. അതോ ഇപ്പോഴതിനൊക്കെ ഉള്ളത് കൊണ്ടതായിരിക്കും അവൻ മാത്രം മുന്നിൽ വന്നത്. ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ പുള്ളി എങ്ങനെയായിരുന്നു? പഠിക്കുമായിരുന്നു, നല്ലപോലെ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. അപ്പൊ ആ കാലത്ത് തന്നെ അവന്റെ ഒരു മിസ്സാണ് ഇവൻ ആദ്യം ഈ കഴിവ് കണ്ടെത്തിയിട്ട് വേറെ കുട്ടികള് ഡാൻസ് പട്ടി പൂച്ച എന്നുള്ള കുട്ടികളുടെ ഡാൻസ് കളിക്കുമ്പോ അതില് പട്ടി കുരയ്ക്കാനും ഒക്കെ അവനെ ആക്കിയതായി. ആദ്യമായിട്ട് പട്ടി കുരയ്ക്കുന്ന ശബ്ദമാണല്ലേ? മാത്രമല്ല, കുട്ടികളുടെ ഡാൻസ് കളിക്കുമ്പോ പിറകെ വന്ന് പട്ടി കുരയ്ക്കുന്ന സൗണ്ട് എടുക്കാനാണ് ആദ്യം വിളിച്ചത്. അമ്മ ഇവര് തിരിച്ചും മറിച്ചും പലതും ചോദിക്കും. നമ്മള് പാറപ്പള്ളി ധ്യാനത്തിന് പോയേക്കുമായിരുന്നു. 2-ാം തീയതി 3-ാം തീയതി ധ്യാനമായിരുന്നു നമുക്ക്. ഹലോ ഹലോ, മൂത്തവര് സംസാരിക്കുമ്പോ പറയാം. അല്ല, ഇത് കണ്ടോ? ശരിയാട്ടോ, ശരിക്കല്ലേ? നല്ല തണുത്ത്. ആദ്യമായിട്ടാണ് വിഷു ടെൻഷൻ അടിച്ചു കാണുന്നത് ഞാൻ. എന്തോ ഉണ്ടല്ലോ പോലെ. അമ്മേ, അപ്പൊ ഈ പറയുന്ന പോലെ പിഷാരടി അവിടെ വീട്ടിൽ നിന്നും ഈ പരിപാടിക്കൊക്കെ പോകുന്നതിനോട് യോജിപ്പായിരുന്നോ? ആദ്യകാലത്തല്ലായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ അവന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആലോചിച്ച് ഒരുപാട് ദൂരം പോണം, യാത്ര കഴിഞ്ഞ് രാത്രി അർദ്ധരാത്രിക്ക് വരണം, ചിലപ്പോ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങില്ല, വേറെ സ്റ്റേഷനിൽ പോയി ഇറങ്ങാം. ആ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം എന്താ അറിയോ? അമ്മയെ മാത്രമല്ല, ഞാൻ അച്ഛനെയും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാം ഒറ്റയ്ക്ക് വരികയായിരുന്നു. ഇവിടെ ഇത് പൂർണ്ണമാവണമെങ്കിൽ അച്ഛനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. പിഷാരടിയുടെ അച്ഛനെ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇത്തവണ എഴുന്നേക്കുന്നില്ല. ഞാൻ നോക്കായിരുന്നു ഇങ്ങനെ കണ്ട് ബഹുമാനിച്ച് എഴുന്നേക്കാറില്ലെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയുള്ള ബഹുമാനമൊന്നും ഇല്ലാത്ത ആളാണോ പിഷാരടി? ഒരിക്കലും അല്ല. ഒരിക്കലും അല്ല. നല്ല കാര്യമാണ് പറയുന്നത്. ബഹുമാനം വേണ്ടതിലും കൂടുതലുണ്ട്. ആണോ? പക്ഷെ അമ്മ പറഞ്ഞ അങ്ങനെ എഴുന്നേക്കാറില്ലെന്നാ പറഞ്ഞേ. അത് സത്യമാണോ? ഇല്ല, അവൻ ബഹുമാനിക്കേണ്ട ആളെ നല്ലപോലെ ബഹുമാനിക്കാറുണ്ട്. ആണ്. എഴുന്നേറ്റ് തൊഴാറില്ലെന്നേ ഉള്ളൂ. ശരിക്കും ഇവർ രണ്ടുപേരുടെ ആരുടെ ആയിരിക്കും അല്ലെ ഈ ഒരു തമാശ കൂടുതൽ കിട്ടിയെന്ന് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത്? അച്ഛനെയാണ് അമ്മ സംസാരിക്കുമ്പോഴേ. അതാണ് നിങ്ങൾക്ക് ഈ സെൻസ് ഓഫ് ഹ്യൂമർ
ഫാമിലിയിൽ ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്? അമ്മേ, അച്ഛനാണോ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കര? അച്ഛൻ വീട്ടിൽ ഒരുപാട് തമാശ പറയും? തമാശ പറയും. ആണോ? സത്യമാണോ? ചെറുപ്പത്തിൽ തമാശയൊക്കെ നല്ലവണ്ണം പറയാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എയർഫോഴ്സിലായിരുന്നു കഴിഞ്ഞ 15 കൊല്ലം. അവിടെ ചില പരിപാടികളെല്ലാം പണ്ട് കാലത്ത് അവതരിപ്പിക്കാറുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ 22-23 വയസ്സിലൊക്കെ. ശരി. ഇപ്പോഴും ചില ആൾക്കാർ ഇവന്റെ പരിപാടി കാണുമ്പോൾ പറയും ഇവന്റെ അച്ഛനെടുക്കുന്ന കിട്ടിയ കഴിവായി. എന്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, എന്നോടും പറയാറുണ്ട് അച്ഛൻ്റെ കിട്ടിയതാണ് അവന്റെ അച്ഛന്റെ കഴിവായതെന്ന് ഞാൻ പറയാറുണ്ട്, എന്നോട് പറയാറുണ്ട്. ഇത്രയും വർഷം, അതായത് നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ ഏതാണ്ട് 4000 വേദി കൂടുതൽ 25 വർഷം, ഇതുവരെ ഒരിടത്തും പറഞ്ഞ എന്റെ അച്ഛൻ്റെ കിട്ടിയ കഴിവാണെന്ന് പറഞ്ഞിട്ടില്ല. അതെ. അങ്ങനെ എന്താ വിശ്വസിയൊക്കെ കൂടെ പറഞ്ഞു പറയിക്കാറാ ഓരോന്ന്. വേറെന്തേലും ചോദിച്ചിരുന്നേ. കുട്ടിക്കാലത്ത് കാണിച്ച ഏറ്റവും വികൃതി, എപ്പോഴും അടി കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇവൻ എവിടെയും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ചെറുപ്പകാലത്ത് നടന്ന കഥകൾ, കൂട്ടുകാരുടെ കഥകൾ, അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കഥകൾ പറയും. ഈ കഥകളൊക്കെ സത്യമാണോ? എല്ലാ മലയാളിയും ചോദിക്കുന്ന ചോദ്യമാണ്. ഏതാ പറഞ്ഞിരിക്കണം? അത് ആ കഥകൾ കാണാറുണ്ടോ അമ്മ? പിഷാരന്റെ ഷോ എല്ലാം കാണാറുണ്ടോ? ഷോക്കെ കാണാറുണ്ട്. ഈ പറയുന്ന കഥകളൊക്കെ സത്യമാണോ? എല്ലാം സത്യം തന്നെയാണ്, സത്യം തന്നെ പറയാറുള്ളൂ. പറഞ്ഞു പഠിപ്പിച്ചു. അതിലൊരു ലേശം എന്തെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ചേർക്കുന്നല്ലാത്ത 3/4 സത്യം തന്നെയാണ്. 3/4 സത്യം, ലേശം ചേർക്കുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും ഇതൊരു ഭയങ്കര ഒരു മൊമെന്റ് തന്നെയാണ്. ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ പിഷുവിനെ കാണുന്നു. പിഷു എന്നൊരാളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ അച്ഛനെ അമ്മയെ ഇന്ന് വേദിയിൽ കാണുന്നു. അതൊരു അല്ലേ, അവരുമായിട്ട് സംസാരിക്കുക. അത് ഞാൻ പോലും സത്യത്തിൽ എത്ര വർഷമായിട്ട് എനിക്കറിയാം. പക്ഷെ ഫാമിലിയൊക്കെ ഉള്ള വൈഫിനെ അറിയാം, പക്ഷെ അച്ഛനും അമ്മയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇതുവരെ പുറത്ത് കൊണ്ടുവന്നിട്ടില്ലേ? നമ്മളല്ലേ പുറത്ത് കൊണ്ടുവന്നേ. പിഷു ഒന്ന് വേദിയിലോട്ട് വാ. നമ്മള് പിഷാരടിയുടെ തമാശകളാണ് പറയുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെന്നും അമ്മയുടേന്നും കിട്ടിയ വേറൊരു കാര്യം കൂടിയുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ അച്ഛൻ്റെന്നും അമ്മയുടേന്നും മറ്റേ, അതായത് ആൾക്കാരുടെ എങ്ങനെ പെരുമാറുന്നതൊക്കെ കിട്ടിയെന്നുള്ള വാസ്തവം. പക്ഷേ ആ ലൈഫിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിനെ ഗംഭീരമായിട്ട് നോക്കിക്കാണും, വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട്. അത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്. അച്ഛൻ എന്തെങ്കിലും പറയാൻ? ഇവനെല്ലാം പറഞ്ഞു കാടുകയറ്. അത്യധ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും കൂടിയിട്ടാണ് അതിലുള്ള ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതിനു വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഞാൻ പറഞ്ഞു പറയിപ്പിക്കാന്ന് ഇവന്മാര് പറയുള്ളൂ. അതാ അച്ഛൻ എന്താ പറയാ പോന്നെ? ഇതല്ല, ഇവൻ ആത്മാർത്ഥതയും ഹാർഡ് വർക്കും ഇവന്റെ ഒരു കൈ മുതലാണ്. അതിപ്പോ അവൻ പറഞ്ഞാൽ ചെറുപ്പത്തിൽ പറയാറുണ്ട്. അതൊരു കുക്കി പറയുന്നതെന്ന് മാത്രമേ പറയൂ, പക്ഷെ തീരെ ചെറുപ്പം മുതൽ കൊണ്ടു നടക്കുന്ന ഒരു എനിക്ക് കഥയിൽ പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ ഒരു കാര്യമുള്ളത്. വേണമെങ്കില് ഞാൻ തുണി ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു പരിപാടിയുണ്ട്. ഞാൻ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നത്. എന്തേലും കിട്ടിയാലും നിങ്ങളെ ഇവിടുന്ന് ഇവനൊക്കെ വിടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതാണ് കേൾക്കേണ്ടത്. അത് അല്ല, നിങ്ങളെ ഇവിടുന്ന് ഇവര് വിടിയല്ല, അതാ പറഞ്ഞത്. ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ എവിടെ സ്ഥലം എവിടാ? വെള്ളൂർ പേപ്പർ കമ്പനി അടുത്ത്. അവിടെ ജനിച്ചു തന്നെയുള്ളൂ. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിലായിരുന്നു എനിക്ക് ജോലി. അപ്പൊ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോ വീട്ടില് വഴക്കുണ്ടാക്കിയപ്പോഴേ ഞാൻ വീട് വിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വീട് വിട്ട് പോവാണെങ്കിൽ ഞാൻ മേടിച്ചു തന്ന ഷർട്ടും മുണ്ടും പാന്റും നിക്കറൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, അതൊക്കെ എന്റെ അല്ല, അതൊക്കെ എനിക്ക് ഇവിടെ തന്നിട്ട് പോവെന്ന് പറഞ്ഞു. കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. കൊടുത്തിട്ട് പോയി. ഇല്ലേ? എത്ര വയസ്സിലായിരുന്നു? അമ്മ എത്ര വയസ്സിലാന്ന് ചെയ്യുന്നത്? അതൊരു 3-4 വയസ്സ്. 10 വയസ്സോ? 3-4 വയസ്സ്. 30 വയസ്സിലോ? അല്ലല്ല, 30 വയസ്സിലാണോ? ഇല്ല, എനിക്കൊരു 10 വയസ്സ്. ഞാൻ നടക്കുമ്പോഴേ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് ജോലി കഴിഞ്ഞ് വരുമ്പോ ഞാൻ തുണിയില്ലാതെ റോഡ് സൈഡിൽ കൂടെ പോവുക. അയാൾ എന്നെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി. നന്നായി. എനിക്ക് ഒരു കഥ കിട്ടിയില്ലേ? ഇവരെ വിട്ടേക്കട്ടെ. വെള്ളൂരല്ലേ? വെള്ളൂർ ചേട്ടൻ പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു. ഞാൻ ഗാനമേളയ്ക്ക് വന്നിട്ടുണ്ടില്ലേ അവിടെ? ഉണ്ട്. കണ്ണീർ പൂവിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് വരുന്ന നേരിട്ടുള്ള പരിപാടി അവിടെ ആയിരുന്നു. കൂടി കണ്ടു. ഓർമ്മ വന്നേ. നമുക്ക് പറഞ്ഞല്ലോ, ഇത് ഇത്രയും വർഷമായിട്ട് നമ്മൾ പിഷാരടി എന്തായാലും വേദിയിൽ കാണുന്നത്. ഒരൊറ്റ കാര്യം കൂടെ, എങ്ങനെ ഇത്രയും സൗഹൃദങ്ങള് ഇങ്ങനെ എല്ലാരും ഒരേപോലെ കാണാനും, ഇപ്പൊ ഇവർ രണ്ടുപേരും ഒക്കെ ആണെങ്കിൽ തന്നെ ജീവൻ കൊടുക്കും. അങ്ങനത്തെ സ്നേഹം, ഈ സൗഹൃദം, ഇത്രയും സൗഹൃദങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നത് മകൻ അതിനൊരു പ്രത്യേകം കഴിവ് തന്നെയാണ്.
ആ എന്തുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഇവന് ദേഷ്യം വരില്ല. അടിപൊളി, കറക്റ്റ്. ഞാൻ സത്യമായിട്ട് ഞാൻ ഒരിക്കലും കണ്ടേ ഉള്ളൂ പിഷാരടി ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു തവണയേ ഉള്ളൂ. അതെനിക്കറിയാം, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന അല്ലാണ്ട് ഒരു അവസ്ഥയിലും പിഷാരടി ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുപോലെ വേറൊരാളെ കൂടി എനിക്ക് പറയാനുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരാളും ചാക്കോച്ചനും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെയാണ്. നമുക്ക് അമൃതയുടെ 20ാമത്തെ ആനിവേഴ്സറിക്ക് നമ്മൾ ഇതുവരെയും മലയാളം ടെലിവിഷനിൽ ഇത്രയും വർഷമായിട്ട് സ്റ്റാൾവാർട്ടായിട്ട് നിൽക്കണ നമ്മുടെ പിഷാരടിയുടെ അച്ഛനെയും അമ്മയും ഇതുവരെയും ഒരു വേദിയിലും കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ ഭാഗ്യം കിട്ടിയത് അമൃത ടിവിയുടെ ഈ നിറസല്ലാപത്തിനാണ്.